ഉപ്പുമുളകും എന്നും എക്കാലത്തും എല്ലാവരുടെയും പ്രിയപ്പെട്ട സീരിയലായിരുന്നു. എന്നാൽ ഇന്ന് അതിന് കുറേയേറെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ സീരിയലിനെ പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ വിവാദങ്ങളിൽ പെട്ട് ആ സീരിയലിനോടുള്ള ഒരു ഇഷ്ടം ആളുകൾക്ക് കുറഞ്ഞു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെയാണ് നടി പരാതി നൽകിയത്. ലൈംഗിക അതിക്രമ പരാതിയാണ് നൽകിയത്. ഇതിൽ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും മറ്റേയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. ആരാണ് ഈ നടിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പല അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത്. ജൂഹിയാണെന്ന് പറയുന്നുണ്ട്, അതിലെ തന്നെ കനകമാണെന്ന് പറയുന്നുണ്ട്, എന്തിന് പാറുക്കുട്ടിയുടെ പേര് വരെ പറയുന്നവരുണ്ട്. എന്നാൽ അതൊന്നുമല്ല, ആരാണ് ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ആരാണ് ഇരയായത് എന്നൊക്കെ പലരും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തുറന്നു പറച്ചിലുകൾ കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. നിഷ സാരംഗ് നമ്മുടെ ഈ ഉപ്പുമുളകും സെറ്റിനെ പറ്റി മുൻപ് മാതോരാതെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സെറ്റിൽ തന്നെ പലതരം ഇഷ്യൂസ് ഉണ്ടായതായും ആ ഷോയിൽ നിന്നും ആ പരിപാടിയിൽ നിന്നും പരമ്പരയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതിനെ പറ്റിയും ഒക്കെ നിഷ സാരംഗ് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, എന്ന് പറഞ്ഞാൽ ഈ 5 പേരും കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴായിരുന്നു ഭയങ്കര രസമായിട്ട് ആ പരമ്പര മുന്നോട്ട് പോയത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് വന്നത് ഇവരൊക്കെ വളർന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആളിൻ്റെയൊക്കെ എണ്ണം കൂടി, കുറെ പുതിയ കഥാപാത്രങ്ങളൊക്കെ വന്നു. ആ സമയത്ത് ഇവരുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് നിഷ സാരംഗ്. എല്ലാരും ഇഷ്ടമാണ്. എനിക്ക് ഒരിക്കലും അവരെന്നെ ഇപ്പൊ അഭിനയിക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ അവരൊക്കെ വളർന്നു, പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഇപ്പൊ എൻ്റെ കുട്ടികളെ പോലെ തന്നെയാണ്. എൻ്റെ മനസ്സിൽ അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരൊരിക്കലും എന്നെ സ്നേഹിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ അവര് എപ്പോഴെങ്കിലും എന്നെ സ്നേഹിക്കണില്ല എന്ന് എൻ്റെ മനസ്സ് തോന്നിയാൽ എൻ്റെ കുട്ടികൾ എന്നോട് കാണിച്ചാൽ ഉണ്ടാവുന്ന അതേ വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. ഇതിലിപ്പോ ഇവരെല്ലാരും കുഞ്ഞായിരിക്കുമ്പോ തൊട്ട്, ഇപ്പൊ പാർക്കുട്ടി പ്രത്യേകിച്ച് തീരെ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് കൂടിയുള്ള ആളാണല്ലോ. വലുതായി കഴിഞ്ഞപ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ 5 പേരിൽ ആർക്കെങ്കിലും കുറച്ചും കൂടെ പ്രായമായി കഴിഞ്ഞപ്പോ കേശുവിനോ ശിവയ്ക്കോ പാറുവിനോ? ഇല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോ നമ്മളെ കുട്ടികൾ, എൻ്റെ കുട്ടികൾ വളർന്ന് കുഞ്ഞിലത്തെ ക്യാരക്ടറാണോ ഇപ്പൊ? അല്ല. അവർ വളർന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും, നമ്മളോടുള്ള ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും അതേ വ്യത്യാസം അവർക്കും ഉണ്ടാവും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ഈ റിയൽ ലൈഫിൽ അവരെ വഴക്കൊക്കെ പറയോ? എവിടെ വഴക്കൊക്കെ പറയോ? ഇനി ഓൺ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ നമ്മളെ കുട്ടികളെ, എന്റെ കുട്ടികളെ വഴക്കൊന്നും പറയുന്ന അത്രയും ഇതിൽ പറയില്ല. കാരണം നമുക്കത് പറയാൻ സ്വാതന്ത്ര്യം കുറച്ച് കുറവായിരിക്കും എങ്ങനെയൊക്കെ ആണെങ്കിലും. ശരിയാണ്. ബിഗ് സ്ക്രീനിലുണ്ടായിരുന്ന ചില സിനിമകളിലെ മക്കള്, അവരുടെ പേര് ഞാൻ പറയാം, അവരെ പറയുമ്പോ ഓർക്കുന്ന ഒരു ഇൻസിഡന്റ് പറയണം കേട്ടോ. മാത്യു, തണ്ണീർമത്തൻ, പിന്നെ പ്രകാശം പറക്കട്ടെ. എന്തെങ്കിലും ഒരു ഓർമ്മ, അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു മെമ്മറി? പാവം കുട്ടി കേട്ടോ, ഭയങ്കര പാവമാണ്. മാത്യു ഇങ്ങനെ ആരുടെ അധികം സംസാരിക്കില്ല, എന്ത് പറഞ്ഞാലും അങ്ങനെ ഭയങ്കര ക്യൂട്ടാണ് അവർ. ഭയങ്കര നമുക്കിപ്പോ നമ്മള് മോനായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈപ്പ് സ്വഭാവം. ഓക്കെ, അടുത്തത് അനശ്വര. കുസൃതി കുട്ടിയാണ്. ഭയങ്കര എന്നോട് ഇപ്പൊ തണ്ണീർമത്തൻ ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര സ്നേഹമായിരുന്നു. ഷോട്ടിലല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും ഭയങ്കര ഉളുപ്പുമ്പളയിൽ കുട്ടികൾ കാണിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും അതെ, എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അപ്പൊ അതും ഇതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോളായിട്ട് ചെയ്ത കുട്ടിയാണല്ലോ. അപ്പൊ ആള് ഇപ്പം എന്താ പറയാ, ഭയങ്കര വലിയ ആക്ട്രസ് ആണ്, ഭയങ്കര തിരക്കിൽ ഓടിയെടുക്കും. ഇപ്പൊ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം? അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും പല സിനിമയുടെയും റിലീസിങ്ങിന് എന്നൊക്കെ ഒന്നിച്ച് കാണലൊക്കെ ഉണ്ട്. അപ്പൊ വന്ന് പറയാം. അപ്പൊ ഏതെങ്കിലും എന്റെ ഇന്റർവ്യൂസ് കണ്ട കാര്യം അല്ലെങ്കിൽ ഫിലിം കണ്ട കാര്യം ഒക്കെ പറയും. സംസാരമൊക്കെ ഉണ്ടെന്ന് ഇടയ്ക്ക് ഫോണിലൊക്കെ സംസാരിക്കലുണ്ട്. ഷറഫ് എന്ന് വെച്ചാല് നമ്മൾ കാണുമ്പോ വലിയ സ്നേഹമാണ്. പിന്നെ വലിയൊരു കുട്ടി ഷറഫ് തന്നെ പറഞ്ഞു, ഇതാണ് എന്റെ അമ്മ. അത് സത്യം പറഞ്ഞ സ്ക്രീനിൽ കണ്ടപ്പോൾ ആനന്ദപരമായിട്ട് കാണുമ്പോഴേ ഷറഫിന്റെ അമ്മയാണ്, അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല അതൊക്കെ പറയാം. അപ്പൊ പക്ഷെ നല്ല ഭയങ്കര സ്നേഹമാണ് കേട്ടോ, നല്ല പാവം കുട്ടിയാ. അന്നയെ എനിക്ക് കുഞ്ഞിലേ തൊട്ട് അറിയാം. അന്ന എന്ന് വെച്ചാല് ഞാന് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അന്നയുടെ അച്ഛന്റെ നാടകത്തിലാണ്. എന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ദിവസം എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു, നമ്മുടെ കേരള വിഷന്റെ. അപ്പൊ അവാർഡ് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ബെന്നിച്ചേട്ടൻ ഫ്രണ്ടിലിരിക്കണു. അപ്പോഴാണ് ഞാനൊരു സത്യം, ഇത്രയും കാലം പറയാത്തൊരു സത്യം അവിടെ പറഞ്ഞു ഞാൻ. കാരണം വെച്ചാല് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നാടകത്തിലാണല്ലോ.
അപ്പൊ എനിക്ക് അല്ല ഈ അഗ്നിസാക്ഷി കഴിഞ്ഞിട്ടില്ലേ നാടകത്തിൽ പോയ? അഗ്നിസാക്ഷി എന്നല്ല, അഗ്നിസാക്ഷി ചെറിയ അതിനകത്ത് അഭിനയിക്കാൻ പറ്റിയ സംഭവമൊന്നും ഇല്ല. അപ്പൊ നമ്മള് ഒരു അഭിനയിക്കാന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആക്ടിങ്. അപ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് MK അർജുന മാഷ്. അപ്പൊ മാഷ് അച്ഛനും കൂടെ ഇടയ്ക്കൊക്കെ കാണലുണ്ട്. മാഷിന്റെ വീട്ടിൽ അച്ഛൻ പോകും, അച്ഛൻ അല്ലെങ്കിൽ മാഷ് നമ്മളെ വീട്ടിൽ വരും ഇടയ്ക്കൊക്കെ. മിക്ക ദിവസങ്ങളിലും വരുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ മാഷ്ക്ക് ചായയൊക്കെ കൊണ്ട് കൊടുക്കുക. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഇങ്ങനെ കൈ പിടിച്ചെങ്കിൽ എന്നോട് ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയും. അപ്പോൾ ഒരു സ്ഥലം ഇങ്ങനെ വിരലിലേക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇവള് കലാകാരിയായി തീരാൻ സാധ്യതയുണ്ട് കേട്ടോ എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഡാൻസൊക്കെ ചെയ്യും, ക്ലാസിക്കലൊക്കെ ചെയ്യലുണ്ടല്ലോ, ക്ലാസിക്കൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതല്ല, ഇവള് അഭിനയിക്കും, ഇവള് ഒരുപാട് വലിയ നടിയായി തീരും എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ എന്നെ നോക്കി, ഞാനതൊന്നും വലിയ കാര്യം ഇട്ടെടുത്തിട്ടില്ല, കാരണം നമ്മള് എനിക്ക് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞു സിനിമയിലൊക്കെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പുള്ളിയുടെ തന്നെ ഒരു ശിഷ്യൻ എന്നൊരു ഇങ്ങനെ വന്ന് പറഞ്ഞു, മാഷ് പറഞ്ഞിട്ടാണ് എന്നും പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനത് കാര്യമായിട്ട് എടുത്തില്ല, നാടകത്തിൽ അഭിനയിക്കുക. പിന്നെ അങ്ങനെ മാഷ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അവൾ പോട്ടെ, അവള് അഭിനയിക്കട്ടെ, നല്ല കാര്യമല്ലേ, പിന്നെ അവൾ ക്ലാസിക്കലൊക്കെ പഠിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ പാടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിർബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് പോകണ്ടെന്നും അച്ഛൻ വിടില്ലാന്നും, എനിക്ക് പോകണ്ടെന്നും അച്ഛൻ വിടില്ലാന്നും. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഇല്ല? എനിക്ക് പേടി. അയ്യോ, ഞാൻ ഒരു 2 പേരെ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്, എനിക്ക് പേടിയാണ് മുട്ടുപറിക്കും സംസാരിക്കാൻ. അപ്പൊ ഞാനെങ്ങനെ സ്റ്റേജിൽ കയറുന്ന ഡയലോഗൊക്കെ പറയണേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യത്തിന് വേണ്ടി നമ്മൾ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു അമേച്ചർ നാടകത്തിൽ ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിച്ചു. അങ്ങനെ അതും പ്രത്യേക റിഹേഴ്സലൊന്നും ഇല്ല, പ്രത്യേകിച്ച് വലിയ റിഹേഴ്സലൊന്നും ഇല്ല, പോയി ആ ബുക്കൊക്കെ പഠിച്ചിട്ട് പോയി ചെയ്തു. അപ്പോഴാണ് ഈ ബെന്നിച്ചേട്ടൻ വിളിക്കണം. അപ്പോൾ നമുക്ക് ഡയലോഗ് ഇങ്ങനെ പറയണം, ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡയലോഗിൻ്റെ ഒരു മോഡുലേഷൻ ഉണ്ട്, താളമുണ്ട് ഡയലോഗിന്, നാടകത്തിന് പ്രത്യേകിച്ചും. അപ്പോൾ ആ താളം എങ്ങനെ, അപ്പോൾ അങ്ങനെയെല്ലാം എനിക്ക് പറഞ്ഞു തന്നതും നിൽക്കേണ്ടത് എങ്ങനെ സ്റ്റേജിൽ, നമ്മളങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ബേസിക് സംഭവങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നത് പുള്ളിയാണ്. ഡയലോഗ് എങ്ങനെ പറയണം എന്ന് എനിക്കെന്ന് വെച്ചാൽ പേടിയുള്ള ഒരാളായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അപ്പോൾ അവാർഡ് മേടിച്ചപ്പോൾ ഞാനത് വെനിച്ചേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഗുരു. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഏതൊരു സിനിമയിലേക്കൊക്കെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നീ നാളെ വലിയ നടിയൊക്കെ ആയി തീരും, സിനിമയിലൊക്കെ അഭിനയിക്കുമല്ലേ അപ്പോൾ നാടകം കഴിഞ്ഞ്. ഞാൻ അറിയില്ല വെനിച്ചേട്ടാ, വലിയ നടിയൊക്കെ ആയി കഴിയുമ്പോൾ ഞാനാണ് ഗുരു എന്നൊന്നും പറഞ്ഞേക്കരുത്, ഗുരു എന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ ചോദിച്ചാൽ അതെന്താ, നീ അഭിനയിച്ച് കുളമാക്കിയിട്ട് ഞാൻ ആ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടും കേടെനിക്കുന്നുണ്ട്. അപ്പോൾ നീ അങ്ങനെ പറയണമെങ്കിൽ വല്ല സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി വലിയ നടിയൊക്കെ ആയി കഴിയുമ്പോൾ പറഞ്ഞോ. അപ്പോൾ എനിക്ക് ചിരി വന്നേ, കാരണം എന്തായാലും എനിക്ക് സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പ് അന്ന് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിരിച്ചു, ശരി പറയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ നാടകം അഭിനയിച്ചു, അത് കഴിഞ്ഞ്. പക്ഷെ ബെന്നിച്ചേട്ടൻ അന്നും പറഞ്ഞു കേട്ടോ, നീ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ അല്ല, നിന്നെ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ അധികം നിൽക്കണില്ല, കാരണം വെച്ചാൽ നീ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ അല്ല അഭിനയിക്കുന്നത്, നീ വളരെ സാധാരണ വീട്ടിലൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നാടകവും ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തിരുത്തണില്ല, അങ്ങനെയും പോട്ടെ നാടകം. ആ നാടകം അങ്ങനെയാണ് ഞാൻ അഭിനയിച്ചത്. നാടകത്തിൽ ഡയലോഗ് പറയുന്ന പോലെയേ അല്ല, നമ്മൾ വീട്ടിലൊക്കെ പറയുന്ന പോലെയാണ് അഭിനയിച്ചത്. പുള്ളി പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, അത് മാറ്റാൻ ഞാൻ ശ്രമിക്കില്ലേ, മാറ്റാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റണില്ല, മനസ്സിലായി. അപ്പൊ പുള്ളി അങ്ങനെ തന്നെ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇത് നല്ലൊരു ഗുണം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ, അങ്ങനെ തന്നെ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഈ അവാർഡ് മേടിച്ചപ്പോ ഞാൻ എൻ്റെ ഗുരുനാഥനാണ്, അപ്പൊ ഈ സംഭവം ഞാൻ പറഞ്ഞു സ്റ്റേജിൽ, അവാർഡ് മേടിച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ എൻ്റെ അത് ബെന്നിച്ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യണു അവാർഡൊന്നും പറഞ്ഞു, ഈ ഹാസ്യ നടിക്കുള്ള അവാർഡൊക്കെ കിട്ടി. അപ്പൊ ബെന്നിച്ചേട്ടൻ അത് കഴിഞ്ഞപ്പോ ബെന്നിച്ചേട്ടനും പ്രതീക്ഷിച്ചില്ല, ഞാനും പ്രതീക്ഷിക്കണില്ലല്ലോ, അങ്ങനെ ബെന്നിച്ചേട്ടൻ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് ബെന്നിച്ചേട്ടൻ അറിയാം, കാരണം വെച്ചാൽ അവാർഡ് അവര് ഇങ്ങനെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെന്നിച്ചേട്ടനോട് ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞു ബെന്നിച്ചേട്ടന് വിഷമമായോ ഇങ്ങനെ പറഞ്ഞു. നിന്നെ ഞാൻ അധികം പഠിപ്പിക്കിട്ടൊന്നും വന്നില്ല അന്ന്, അതുകൊണ്ട് എനിക്കും എളുപ്പമായിരുന്നു, പക്ഷെ നീ അത് പറഞ്ഞതപ്പോൾ ഞാനും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇത് അന്നയോട് പറഞ്ഞോ? അന്നയ്ക്കും അറിയാം, അന്നയ്ക്കും അറിയാം, ബെന്നിച്ചേട്ടൻ്റെ വൈഫിനും ഒക്കെ അറിയാം. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവാറുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ, അതുകൊണ്ട് ഇവരുടെ വീട്ടിലൊക്കെ അന്നും പോയിട്ടുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ അന്ന കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് കുട്ടിയാണ് ഞാൻ ചെല്ലുമ്പോൾ, അതുകൊണ്ട് അന്ന് തൊട്ടേ അറിയാം, അവരുടെ വീട്ടിലെല്ലാവരെയും അറിയാം, ബെന്നിച്ചേട്ടൻ്റെ അമ്മയും പെങ്ങളെയും വൈഫിനെയും കുട്ടികളെയും ഒക്കെ അറിയാം.
നേരത്തെ അറിയാന്ന്. നേരത്തെ അറിയാം. അപ്പൊ അന്നയോടൊരു ഈ നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോ കപ്പേള ചെയ്യുമ്പോ അതുകൊണ്ട് അന്നയെ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രതീതി ശരിക്കും മോളോട് എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന്റെ സമയത്ത്? ഏത് കപ്പേളയുടെ സമയത്ത്? പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമ്മൾ ഏതാണ് കപ്പലയുടെ ലൊക്കേഷന്റെ അടുത്ത് തന്നെയായിരുന്നു പ്രകാശം പറക്കട്ടെ ലൊക്കേഷൻ. രണ്ടും അടുത്തടുത്ത് തന്നെയായിരുന്നു. രണ്ടും ഒരേ ആണോ? സെയിം ടൈം ആയിരുന്നു? സെയിം ടൈം അല്ല, സെയിം ലൊക്കേഷൻ ആയിരുന്നു. എവിടെയായിരുന്നു അത്? എന്താണ് സ്ഥലത്തിന്റെ മറ്റേ മുക്കം എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടുന്ന് കുറെ ഹൈ റേഞ്ചിലേക്ക് പോണം. പേര് ഞാൻ ഇപ്പൊ ഓർമ്മയില്ല. നല്ല ഓർമ്മക്കുറവുള്ള കൂട്ടത്തിലാണ്. നല്ല ഓർമ്മക്കുറവെന്ന് കൊച്ചെ ഈ ഒരു കുടുംബത്തിന്റെ മൊത്തം ഭാരമെടുത്ത് തല വെക്ക്, അപ്പൊ മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും ഓർമ്മയൊക്കെ പോകുന്നത്. അർജുൻ അശോകൻ. അർജുനെയും എനിക്കറിയാം. അവരെ വീട്ടിൽ മറ്റേ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടുണ്ട്, അങ്ങനെ പരിചയം. എന്തിനു പോയത്? ഇതുപോലെ അല്ല, നമ്മളിത് അല്ലല്ല നമ്മളൊരു ഷോയുടെ കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ സംസാരിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ 1-2 സ്ഥലത്ത് എവിടെ വെച്ചൊക്കെ ഇതേപോലെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ കേട്ടോ. എന്തൊരു സിമ്പിളാ കൊച്ച്, ഭയങ്കര സിമ്പിളായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു എന്നുവെച്ചാൽ അർജുൻ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ഒരു മറ്റേ ഇത്ര വലിയൊരു സ്റ്റാർ ആണ് എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കയറി ഇരിക്കണതാണ്. ചേച്ചി ചെയ്യുന്നവരെ കൂടി വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഇവിടെ ഇരിക്കായിരുന്നോ. അങ്ങനെ ഭയങ്കര പാവം കൊച്ച്. ഇതിലിപ്പോ ജഗദീഷ് ചേട്ടന്റെ വൈഫല്ലേ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ജഗദീഷ് ചേട്ടന്റെ വൈഫായിട്ട് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. ഫ്ലാഷില് ജഗദീഷ് ചേട്ടന്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിനയിച്ചു. ഫ്ലാഷ് പാർവതിയുടെ സിനിമയല്ലേ? പാർവതി ലാലേട്ടനൊക്കെ ഉള്ള. ഓ അതിന്റെ അകത്ത് അല്ലേ? ഓക്കെ, ശരി. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? ഇതിലെന്തെങ്കിലും ഒരു മെമ്മറി ചോദിച്ചാ? ഓർമ്മയില്ല എന്ന് പറയരുത്. ഓർമ്മയില്ലാന്നല്ല, അങ്ങനെ പ്രത്യേകിച്ച് മെമ്മറി ഒന്നും ഇല്ല കൊച്ചേ. അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഞാനിപ്പോ എവിടെയെങ്കിലും പോയിരിക്കുന്നു, ആ ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ പോയി അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. കംപ്ലീറ്റ്ലി വർക്കാണ് അത് അല്ലെ? ഓക്കെ, ശരി. ഇനി ഉപ്പും മുളകും എന്ന് കേൾക്കുമ്പോൾ, ഫൈനലി നീലു ചേച്ചി എന്നുള്ള നിശ്ചയിച്ചിട്ട് എല്ലാവരും വിളിക്കുന്നു. ഉപ്പും മുളകും എന്ന് കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുവാണെങ്കിൽ ഒരൊറ്റ കാര്യം, ഒരൊറ്റ എന്തെങ്കിലും ഒരു രസമുള്ള ഒരു ഇൻസിഡന്റോ, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ നിങ്ങൾ മൊത്തം ഫാമിലി പോലെ തന്നെയാണല്ലോ എല്ലാവരും, ഉണ്ടായ എന്തെങ്കിലും ഒരു ബിഹൈൻഡ് ദ സീൻ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ ഓർത്ത് വെച്ചായിരുന്നു. പിന്നല്ലേ പെട്ടെന്ന് വന്നിട്ട് ഒരു ഇത്രയും നേരം അവിടെ നിന്ന് തലമുഖിന്റെ അഭിനയിച്ചിട്ട് എനിക്ക് മനസ്സിലായി. അവിടെ ഈ ഉപ്പുമുളക് ലൊക്കേഷനിൽ ഒന്ന് വന്ന് നോക്കുക. നമ്മളിങ്ങനെ ഡയലോഗ് അടിക്കുന്നു, ഡയലോഗ് അടിക്കണു, സീൻ ചെയ്യണു, ഡയലോഗ് അടിക്കണു, ഒരു സെക്കൻഡ് നമ്മളവിടെ വെറുതെ ഏതെങ്കിലും ഒരു സീനിൽ ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്കൊന്ന് വെറുതെ ഇരിക്കില്ല. അപ്പൊ അവിടെ നിന്ന് വേറെ വന്നിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ല മൊത്തം അവിടെ കിടക്കാണ്. കേറുമ്പോ ലൊക്കേഷനിലോട്ട് കേറുമ്പോ നേരെ ചെയ്യുന്ന കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ മൊബൈൽ സൈലന്റ് ആക്കും. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറുമ്പോഴായിരിക്കും മൊബൈല് സൈലന്റ് മാറ്റണേ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ മൂഡ് പോകാണ്ടിരിക്കുക, മീൻസ് നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ബാധിക്കരുത്. കാരണം നമുക്ക് അവിടെ നിന്നത് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര കോൺസെൻട്രേഷൻ വേണം. അപ്പൊ അതും കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് അവിടെ കിടന്ന നീലിമേന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ് ഈശയായിട്ട്. പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോ ഒരുപാട് സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം വിജയുടെ ഒരു ദിവസം സീനില് വലിയ വെയിറ്റില് ഞാനതോ ഓഫീസിൽ ഏതോ മീറ്റിങ്ങിൽ പോയിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞങ്ങൾ സീൻ ചെയ്യും. അപ്പോൾ ഞാൻ വൈകി വന്നതിന് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയണം. നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല. അപ്പോൾ ആരോ ഫോൺ എടുത്തിട്ട് പറയണേ നിഷാ മാഡം അവിടെ ഇല്ലാന്ന്. ഞാൻ പറഞ്ഞ എന്തോ ഏത് മാഡം? ഞാൻ ഫോൺ എടുത്തിട്ട് നീ ആരോ ഫോൺ എടുത്തിട്ട് പറയണേ നിഷാ മാഡം അവിടെ ഇല്ല, മീറ്റിങ്ങിനാണ്. നീ ആര്? നിഷാ മാഡം ഫോൺ എടുത്തെങ്കിൽ ഞാൻ തോന്നും. അപ്പൊ എന്ന് വെച്ചാൽ മീൻസ് പുള്ളി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോ ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, അങ്ങനെ കുറെ വെറ്ററൻ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മള് ശരിക്കാണ് ഇന്ന ആളുടെ കൂടെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാം നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോ. അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ആരോടാണെങ്കിലും അഭിനയിക്കാം. എനിക്ക് സിനിമ വന്നാൽ പറ്റുന്നിടത്തോളം ജോലി ചെയ്യാൻ പറ്റിയ മതി. എനിക്ക് വർക്ക് ഉണ്ടാവണം, കാശ് കിട്ടണം, അത്രേ ഉള്ളൂ. അങ്ങനെയല്ലേ, എല്ലാവരും വലിയ ആൾക്കാരാണ്. സത്യം, എല്ലാവരും വലിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഇന്ന ആളുടെ കൂടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ ചെയ്യാൻ നന്നായി ശ്രമിക്കുക. നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആൾ ആരായാലും എന്താ അഭിനയിക്കുക.
എല്ലാവരും വലിയ ആൾക്കാർ തന്നെയാണ്. മനസ്സിലായി. കിട്ടുന്ന ക്യാരക്ടർ പോലെയാണ് അവർ പോകുന്നതെന്ന് മാത്രമേ പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഗുണങ്ങളുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്. അപ്പൊ ആരെയും കുറച്ചും കാണാൻ പറ്റില്ല, ആരെയും കൂട്ടിയും കാണാൻ പറ്റില്ല. ലൈഫിൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു സ്വപ്നം, ഒരു റീസെന്റ് സ്വപ്നം എന്താ? ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുന്ന എന്റെ കരിയറിലാണോ? കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ വൈസ് ആണെങ്കിലും. പേഴ്സണൽ വൈസ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോ നമ്മളെ കുട്ടികൾക്ക് നല്ല ജോലി വേണം, അല്ലെങ്കിൽ അവര് ഭയങ്കര വെൽ സെറ്റിൽഡ് ആവണം. കരിയർ വൈസ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിൽ കരിയർ വൈസ് എനിക്കിപ്പോൾ ആക്ടിങ് ബേസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ. ഇപ്പോൾ എഴുത്തോലയിൽ ചെയ്തതുപോലത്തെ ഒരു എഴുത്തോല എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ശരിക്കും ഇത് ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പം ഞാൻ ഒരു അമ്മ, ഒരു ടിപ്പിക്കൽ അമ്മ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പം എല്ലാം ചെയ്തു പോണത്. അമ്മ തന്നെ ആയാലും പ്രശ്നമില്ല, അമ്മയാണല്ലോ ഞാൻ, എന്തായാലും അമ്മ പോലത്തെ ക്യാരക്ടറിലേ കിട്ടുള്ളൂ. അപ്പോൾ എന്നിൽ നിന്ന്, ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന്, നിഷ എന്നുള്ള അമ്മയിൽ നിന്നും നിഷ എന്നുള്ള വ്യക്തിയിൽ നിന്നും വിട്ടിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റണം. എന്താ ആ ക്യാരക്ടറിൽ ഇപ്പോൾ തണ്ണീർമത്തനിലെ അമ്മ തന്നെയാണ്, പക്ഷെ ആ അമ്മയിലൊരു വ്യത്യാസമുണ്ട്. ആ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ അതൊരു വിട്ട് ഒരു വേറെ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, നമ്മൾ വിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊരു ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്ത് കൈൻഡ് ഓഫ് ആക്ടറാ? നമ്മളിപ്പോ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് ചാൻസ് ചോദിക്കും, എനിക്ക് ഇങ്ങനെ സിനിമ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ചോദിക്കുന്ന ആളാണോ? ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. അതൊരു കുഴപ്പമാണ്. അത് കുഴപ്പമായിരിക്കാം, കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര, നമ്മൾ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെ ബുദ്ധിമുട്ടാവോ? അങ്ങനെ ഒരു ചിന്തിക്കലുണ്ട്.